അല എണീറ്റേ. അല, ദേ നിന്നെ റിച്ചു വിളിക്കുന്നുണ്ട്. അല എന്താ എന്താ നേരം എത്രയാണെന്ന് കരുതിയാ? ആ റിച്ചു വിളിക്കുന്നുണ്ട് നിന്നെ. എവിടെ? എവിടെയുമല്ല, ലാൻഡ് ഫോണില്. അപ്പൊ ഞാൻ ഈ പറഞ്ഞൊന്നും നീ ഇതുവരെ കേട്ടില്ലേ? ആ ഹലോ. നിന്റെ മൊബൈൽ എവിടെയാടാ പന്നി? എത്ര തവണ വിളിക്കണം? സഹി കേട്ടപ്പോഴാണ് അവസാനം ലാൻഡ് ഫോണിലേക്ക് വിളിച്ചത്. നീ വിളിച്ചായിരുന്നോ? ഞാൻ അറിഞ്ഞില്ല. എന്തൊരു ഉറക്കോടെ ഇത്. തലയിൽ കുറച്ച് വെള്ളവും കുരി വെച്ചൊന്ന് ഇറങ്ങി വന്നേ. ആ വരുക. ഗുഡ് മോർണിംഗ്. കേട്ടോടി മോളെ, നിന്റെ അനിയന്റെ ഗുഡ് മോർണിംഗ് കിട്ടിയില്ലെങ്കിലേ ഇന്ന് എന്റെ സാലറി കട്ടാ. ഡീ, നമ്മുടെ മോനെ അരി മേടിക്കാൻ പോവാ. ആ സഞ്ചിങ് എടുത്തോ. എന്നെ മോൾക്കെന്താ ഇന്ന് പരിപാടി? ചൂണ്ടയ്ക്ക് വലിപ്പം പോരാ. വാ ഇരി, മടുത്തില്ലേ? ഈ മീനെ ഞാൻ തന്നെ കൊത്തും. ആ ഇനി നീ പറ, നീ എന്തിയാ ആലോചിക്കണേ? എന്താലോചിക്കാൻ? ഒന്നുമില്ല. അല്ല, വന്നപ്പോ തൊട്ടൊരു ഇരിപ്പാണേ, അതും കൊണ്ട് ചോദിച്ചാ. ഒന്നിനൊരു മൂഡ് തോന്നില്ലടാ. അതാണോ നിന്റെ പ്രശ്നം? ഒരു കാറ്റുണ്ടാ മാറാവുന്ന പ്രശ്നമുള്ളൂ. നീ വാ, ആ പാലത്തിന്റെ മുകളിൽ പോയിരിക്കാം. നല്ല കാറ്റാ, നല്ല മൂഡ്. പോ. ഒന്ന് പെട്ടെന്ന് വാടാ. നിനക്കിപ്പോ പോയാ പെങ്കുച്ചിനെ കാണാനല്ലേ? ഇത്രയും സ്പീഡ് മതി. നിനക്ക് മൂഡ് വേണമെന്നല്ലേ പറഞ്ഞേ? എന്നാ ആവശ്യത്തിനായിക്കോട്ടെ, അങ്ങ് നോക്കി. ആരാടാ അത്? പെണ്ണാണെന്നറിയാം, അല്ല ഇത്ര ദൂരം നിന്ന് അതാരാണെന്ന് പറയാൻ ഞാനാരാ? ഏതായാലും ലോങ് സൈറ്റിൽ കൊള്ളാല്ലേ? ആവശ്യമില്ലാത്ത ശീലമൊക്കെ തുടങ്ങി വെക്കണോ റിച്ചു? വേണം. എല്ലാവരും ചെയ്യണതല്ലേ, ഒരു തവണയൊക്കെ ആണ്. അല്ല അല്ല, ദേടാ അവര് കയറി പോണ്ട, വാടാ. മുഖം കാണാൻ ഡാ, പാലത്തിനടിയിലുള്ള ബൈപ്പാസിൽ കൂടെ പോയി കഴിഞ്ഞാൽ അവരെ ഫ്രണ്ടിൽ ചെന്ന് ചാടാം. അവരാരാണെന്നെങ്കിലും അറിയാലോ. പോ. ഡാ നിക്കടാ, ഞാനും വരുന്നു. നീ മടക്കി വെച്ചിട്ടേ പതുക്കെ വന്നാ മതി. നിക്കടാ, വാ. നീ എന്താ ഇവിടെ? ഡീ, നമ്മുടെ മോനെ അരി മേടിക്കാൻ പോവാ. സഞ്ചിങ് എടുത്തോ.
മോൾക്കെന്താ ഇന്ന് പരിപാടി? ഇന്ന് ആഴ്ചയിൽ വന്നാൽ ഞങ്ങളിന്ന് പുഴയെ കുളിക്കാൻ പോവച്ചാ. സൂക്ഷിച്ചു പോയി വാ. ശരി അച്ഛാ. ഗുഡ് മോർണിംഗ്. കേട്ടോടി മോളെ, നിന്റെ അനിയന്റെ ഗുഡ് മോർണിംഗ് കിട്ടിയില്ലെങ്കിലേ ഇന്ന് എന്റെ സാലറി കട്ടാ. അല്ല